മരുഭൂമിയിലെ മരുപ്പച്ചയിലേക്ക് കുടുംബങ്ങളുടെ പ്രാരാബ്ധവും പേറി നിധി തേടിയുള്ള യാത്ര. ഗൾഫിലെ നീല വെളിച്ചത്തിൽ പ്രതീക്ഷകൾ വാനോളം ഉയരുമ്പോൾ സ്വയം ഒരു ബലിവസ്തുവായി കത്തിയുരുകിത്തീരുന്ന ജീവിതം. അവൻ്റെ പേരാണ് പ്രവാസി. അതെ, ആ ഓർമ്മകളാണ് ഒരു പ്രവാസിയുടെ ലോകം. അമ്മേ, ഞാൻ മസ്കറ്റിലേക്കുള്ള ഫ്ലൈറ്റിൽ കയറുകയാണ്. നീ പേടിക്കണ്ട മോനെ, ഞാൻ പ്രാർത്ഥിക്കാം. എന്നാലും അപ്പച്ചൻ കൂടെ വന്നില്ലല്ലോ അമ്മേ. അപ്പച്ചന് ലീവ് കിട്ടിയില്ല, പകരം സലീമിക്ക വരും. അമ്മേ, മസ്കറ്റിലെത്തി. നീ പേടിക്കണ്ട, എയർപോർട്ടിൽ സലീമിക്ക വരും. ജോഷുവ, യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വരൂ, നമുക്ക് താമസ സ്ഥലത്തേക്ക് പോവാം. സലീമിക്ക, ഇവിടുന്ന് ഒത്തിരി ദൂരമുണ്ടോ നമ്മുടെ താമസ സ്ഥലത്തേക്ക്? ഇല്ല ജോഷുവ, ഇവിടെ അടുത്ത് തന്നെയാണ്. ഇതാണ് ജോഷുവ നിന്റെ കമ്പനി. മസ്കറ്റിലെ ഏറ്റവും വലിയ കമ്പനിയാണ്. ഇവിടെ ജോലി കിട്ടിയത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. ഇതാണ് നിന്റെ താമസ സ്ഥലം. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കുക. ഫോൺ നമ്പർ കയ്യിലുണ്ടല്ലോ. ശരി അക്ക. എന്താ ജോഷുവ, എന്തു പറ്റി? എനിക്ക് അപ്പച്ചനെ കാണണം. ഞാൻ ദുബൈയിലാണ്. എനിക്ക് അപ്പച്ചനെ കാണണം. എനിക്കിവിടെ പറ്റണില്ല, നാട്ടിൽ പോകണം. എന്താ, നിനക്ക് അവിടെ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഈ ഒറ്റയ്ക്കുള്ള ജീവിതവും പിന്നെ ഫുഡും അങ്ങ് എനിക്ക് ശരിയാവണില്ലേക്ക. നാളെ ഞാൻ മസ്കറ്റിന് വരും. അപ്പോൾ നമുക്ക് അപ്പച്ചനെ കാണാം. ശരി അക്ക. സലീമിക്ക, നമ്മളിപ്പോൾ എങ്ങോട്ടാ പോകുന്നേ? അപ്പച്ചൻ്റെ ദുബൈയിലുള്ള താമസ സ്ഥലത്തേക്ക്. അത് വേണ്ടേക്ക, എനിക്ക് അപ്പച്ചൻ്റെ കമ്പനിയിലോട്ട് പോകണം. അപ്പച്ചൻ്റെ ജോലി സ്ഥലത്തേക്ക് ആരെയും കൊണ്ടുപോകാറില്ല. ജോലിയെക്കുറിച്ച് ആരോടും പറയാറുമില്ല. ഇതാണ് അപ്പച്ചൻ ജോലി ചെയ്യുന്ന കമ്പനി. 33 വർഷമായി നിൻ്റെ അപ്പൻ ജോലി ചെയ്യുന്ന സ്ഥാപനമാണിത്. ഈ ജോലിയെക്കുറിച്ച് അപ്പൻ ആരോടും പറയാറില്ല. ഇവിടെയോ? ഈ മീൻ വിൽക്കണ കടയിലോ?
അതെ, ഇവിടെയാണ് നിന്റെ അപ്പച്ചൻ ജോലി ചെയ്യുന്നത്. ഈ മീൻ വിൽക്കണ കടയിൽ ജോലി ചെയ്തുകൊണ്ട് അപ്പച്ചൻ എങ്ങനെ? ഇവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ടാണ് നിന്റെ പഠിത്തവും നിന്റെ വീട്ടിലെ മുഴുവൻ ചെലവും അപ്പച്ചൻ നടത്തിയിരുന്നത്. അപ്പച്ചൻ കാണണ്ട, നമുക്ക് അല്പം മാറി നിൽക്കാം. നോക്കൂ, ആ അറ്റത്ത് നിൽക്കുന്നു നിന്റെ അപ്പച്ചൻ. കണ്ടു, ഞാൻ അപ്പച്ചനെ കണ്ടു. ആ വരൂ, നമുക്ക് അപ്പച്ചൻ്റെ താമസ സ്ഥലത്തേക്ക് പോകാം. ഇതാണ് അപ്പച്ചൻ താമസിക്കുന്ന സ്ഥലം. ഇവിടെയോ? ആ, ആ സലീമക്ക വാ സലീമക്ക. ഇത് നമ്മുടെ മാത്യൂസിന്റെ മകൻ ജോഷുവ. ഓ, ഇതാണോ മാത്യു സാറിന്റെ പുന്നാര മോൻ ജോലി കളഞ്ഞ് പോകാൻ നോക്കണത്? ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരട്ടെ. മുപ്പത്തിമൂന്ന് വർഷമായിട്ട് അപ്പച്ച താമസിക്കുന്ന രാജകൊട്ടാരമാണ്. 20 വർഷമായി ഞാൻ അപ്പച്ചൻ്റെ കൂടെ ഉണ്ട്. എന്താ മേരിക്കുട്ടി? ചേട്ടാ, ഗ്രാനൈറ്റ് മേടിക്കാനുള്ള പൈസ കിട്ടിയില്ലല്ലോ. ഗ്രനൈറ്റോ? ആ ചേട്ടാ, നമുക്കവിടെ ടൈൽസ് വിരിച്ചാൽ പോരെ മേരിക്കുട്ടി? അത് പോരാ ചേട്ടാ. റോസ്ലിയുടെയും ആനിയുടെയും വീട്ടിൽ ഗ്രാനൈറ്റാണ് ഇട്ടിരിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്താലോ? മേരിക്കുട്ടിയുടെ കുറച്ച് സ്വർണം പണയം വെച്ചാൽ. അയ്യോ ചേട്ടാ, ഞാനത് പണയം വെച്ച് മോനൊരു ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ വാങ്ങി. ഞാനത് പറയാൻ മറന്നുപോയതാ. അവൻ്റെ കൂട്ടുകാർക്കെല്ലാം ബുള്ളറ്റ് ഉണ്ടെന്നാ പറയണത്. അതാ ഞാൻ ചേട്ടനോട് പറയാതെ സ്വർണ്ണ പണയം വെച്ച് ബുള്ളറ്റ് വാങ്ങിയത്. സാരില്ല, അവൻ കുട്ടിയല്ലേ. ഞാൻ നോക്കട്ടെ. ഇതാ കുഴപ്പം. എന്ത് പറഞ്ഞാലും ചേട്ടനത് മേടിച്ചു കൊടുക്കാൻ സമ്മതിക്കും. ശരി. അപ്പച്ചൻ വന്ന അന്ന് മുതൽ ഈ മീൻകടയിൽ മീൻ വെട്ടുന്ന പണി കഴിഞ്ഞു. മോനും അമ്മയ്ക്കും വേണ്ടിയാണ് ആ പാവം അപ്പച്ചൻ്റെ ജീവിതം. മോന് ഫോൺ മേടിക്കാൻ വേണ്ടിയാണ് ആ പാവം കഴിഞ്ഞ പ്രാവശ്യം ലീവിന് വരാണ്ടിരുന്നത്. എന്താ മേരിക്കുട്ടി? മോന് ഒരു ഐഫോൺ വേണമെന്ന് പറയുന്നു.
അവൻ്റെ കൂട്ടുകാർക്കെല്ലാം ഐഫോൺ ഉണ്ടെന്ന്. ഐഫോണോ? ആ, ഈ ആപ്പിളിൻ്റെ കമ്പനിയുടെ ഐഫോൺ. അവൻ കുഞ്ഞല്ലേ മേരിക്കുട്ടി, നമുക്ക് മേടിച്ചു കൊടുക്കാം. ഇതാ കുഴപ്പം, അവൻ പറയുന്നതെല്ലാം നിങ്ങൾ സമ്മതിക്കും. നോക്കട്ടെ. നിങ്ങളാ മോനെ മോശമാക്കുന്നത്. പറയുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കൂ. ശരി. ജോഷുവ, ദേ അപ്പച്ചൻ കൂട്ടുകാരൻ്റെ കയ്യിൽ നിനക്ക് ഐഫോൺ കൊടുത്തു വിട്ടിരിക്കുന്നു. ഒരു മുടക്ക് ദിവസം പോലും ലീവ് എടുക്കാറില്ല. നാട്ടിലേക്ക് പോണതിൻ്റെ 2 ദിവസത്തിന് മുമ്പാണ് ആ പാവം ഒരു ഷർട്ട് വാങ്ങുന്നത്. സ്നേഹിച്ചില്ലെങ്കിലും വേദനിപ്പിക്കരുത് ആ പാവം മനുഷ്യൻ. ബസ്സിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പച്ചൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു തോന്നുന്നുണ്ട്. എന്നോട് ക്ഷമിക്കില്ലേ അപ്പ? അവൻ കുഞ്ഞല്ലേ സലീമക്ക.